ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും വിജയിക്കുമെന്നുറപ്പിക്കുന്ന ബി.ജെ.പി. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കുള്ള ആലോചനകൾ വരെ നടത്തുകയാണ്. പാർട്ടി മൂന്നാമതും വിജയിച്ച് അധികാരത്തിലെത്തിയാൽ ജൂൺ 9-ന് പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിനെ കുറിച്ചാണ് ബി.ജെ.പി. ഇപ്പോൾ ആലോചിക്കുന്നത്. 2014-ൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം NDA സർക്കാർ മെയ് 26 തിങ്കളാഴ്ചയായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. മെയ് 16-ന് ഫലം പുറത്തുവന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സത്യപ്രതിജ്ഞ. 2019-ൽ മെയ് 30 വ്യാഴാഴ്ചയായിരുന്നു NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ആ വർഷത്തെ ഫലം മെയ് 23-നായിരുന്നു പുറത്തുവന്നത്. 2 തവണയും രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത്. എന്നാൽ ഇത്തവണ കൂടുതൽ അതിഥികൾക്ക് ഇരിക്കാവുന്ന ഒരു വേദി കണ്ടെത്താൻ ബി.ജെ.പി. ശ്രമിക്കുന്നുവെന്നാണ് സൂചന. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ കർത്തവ്യ പഥാണ് ബി.ജെ.പി. സത്യപ്രതിജ്ഞ ചടങ്ങിന് പരിഗണിക്കുന്ന പ്രധാന സ്ഥലം. ഗവൺമെന്റിന്റെ നേട്ടങ്ങളും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടും പ്രദർശിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം. സെൻട്രൽ വിസ്ത പ്രൊജക്ടിന്റെ ഒട്ടനവധി പുതിയ ഘടനകൾ തയ്യാറായി കഴിഞ്ഞു. അതിനാൽ ഇത് ഒരു വികസിത ഭാരതത്തിന്റെ കാഴ്ചപ്പാടിന് അനുയോജ്യമായ സ്ഥലമായി മാറുന്നുവെന്നാണ് ബി.ജെ.പി. ചിന്തിക്കുന്നത്. സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിശദാംശങ്ങൾ ഫലങ്ങൾക്ക് ശേഷം മാത്രമേ ഉറപ്പിക്കുകയുള്ളൂ. തീരുമാനത്തിൽ കാലാവസ്ഥയും പ്രധാന പങ്കുവഹിക്കാൻ സാധ്യതയുണ്ട്. 80 വർഷത്തിനിടയിലെ ഡൽഹിയിലെ ഏറ്റവും ചൂട് കൂടിയ ദിവസമായിരുന്നു ബുധനാഴ്ച. ജൂൺ മാസവും ചൂട് ഇതേപോലെ തുടരുകയാണെങ്കിൽ കർത്തവ്യപഥിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മോഹങ്ങൾക്ക് വെല്ലുവിളിയാകും. തിങ്കളാഴ്ച നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക ദിനം ആചരിക്കാൻ കഴിയില്ലെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാമത് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത്. അതേസമയം കോൺഗ്രസിനും ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച വിജയം നേടുമെന്നാണ് അവർ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല വടക്കൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യം മുന്നേറ്റം നടത്തുമെന്നും സഖ്യത്തിന് കുറഞ്ഞത് 300 സീറ്റുകളെങ്കിലും നേടാനാവുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. 2019-ൽ ബി.ജെ.പിയുടെ സ്മൃതി ഇറാനി വിജയിച്ച അമേഠി എന്ന കോൺഗ്രസ് ശക്തി കേന്ദ്രം തിരിച്ചു പിടിക്കുമെന്നതിലും കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ട്. ഉത്തർപ്രദേശിൽ പകുതി സീറ്റുകൾ നേടി ബി.ജെ.പിയുടെ പ്രാതിനിധ്യം കുറയ്ക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം. ഇതിനിടയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഇടം കണ്ടെത്തി ബി.ജെ.പി. ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്.